അപ്പൊ ഇന്ന് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഗുരുവായൂർ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പൊ രാവിലെ തന്നെ നമ്മൾ കോങ്ങാട്ടുന്ന് 5:30 ബസ്സിന് പോകാൻ പ്ലാൻ ചെയ്തു. 5:30 ബസ് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ പത്തിരിപ്പാലം പോയിട്ട് 6:30 ബസ്സാണ് കിട്ടിയത്. അങ്ങനെ ഞങ്ങളൊരു 8:30 ആയപ്പോ ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ എത്തി. ക്ഷേത്ര നടയിൽ എത്തിയപ്പോ തന്നെ ഞങ്ങളുടെ കിളി പോയി. കാരണം എന്താ വെച്ചാല് തിരക്ക് വന്നിട്ട് നമ്മൾ ഫസ്റ്റ് കേറുന്ന ഭാഗത്താണ് ലാസ്റ്റ് ക്യൂ നിന്നിരുന്നത്. എന്തായാലും എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഭഗവാനെ കണ്ടിട്ടേ മടങ്ങൂ എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ആ ക്യൂല് നിന്നു കേട്ടോ. എന്തായാലും അനീതിയുടെ മകന് നല്ലോണം കഷ്ടപ്പെട്ടു. കാരണം അനീതിയുടെ മകൻ അവയിരുന്നിട്ടും കിടന്നിട്ടും ഉറങ്ങിയിട്ടും ഒക്കെ ഞങ്ങൾ ആ വരിയുടെ അവസാനത്തേക്ക് എത്തി. ഭഗവാനെ കണ്ടു, കണ്ണറിയെ കണ്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ക്യൂ നിന്ന് ഭഗവാനെ കണ്ട് ക്ഷേത്രത്തിന് പുറത്തിറങ്ങിയിട്ട് കുറച്ച് സമയം ഫ്രണ്ടിൽ വിശ്രമിക്കുകയാണ് കേട്ടോ. എന്തായാലും കാലൊക്കെ നൂർത്തി ഇരുന്നിട്ട് ഞങ്ങള് കുറച്ച് സമയം അവിടെ ഇങ്ങനെ ചെലവഴിച്ചിട്ടാണ് ഞങ്ങൾ അന്നദാനത്തിന് കയറിയത്. അങ്ങനെ ഞങ്ങളുടെ വിശ്രമമൊക്കെ കഴിഞ്ഞ് അന്നദാനത്തിന് ഞങ്ങൾ പോയിട്ടോ. നല്ല മോരുകറിയും ചേനയും വെള്ളപ്പയറും എലിശ്ശേരി പിന്നെ ഒരു കറി കൂടി ഉണ്ടായിരുന്നു. എന്താന്ന് ഓർമ്മയില്ല, വിശപ്പിന്റെ ഭ്രാന്തില് 3 മണിക്കാട്ടോ വരി നമ്മൾ നിന്നിട്ട് അന്നദാനം കിട്ടുന്നത്. 1:30 നിന്നിട്ട് 3:30 ഫുഡ് അന്നദാനം കിട്ടിയപ്പോൾ നമ്മൾ അങ്ങനെ അന്നദാനമൊക്കെ കഴിച്ച് ഞങ്ങള് അനിത്യയുടെ മകന് എന്തെങ്കിലുമൊക്കെ കാറോ ജീപ്പോ JCB ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവനൊരേ വാശി പിടിക്കലായിരുന്നു. അവന് ഇഷ്ടപ്പെട്ട എന്തോ അവൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങള് തെരഞ്ഞു നടക്കുന്നത്. ഇല്ലെങ്കിൽ അവൻ ആ ക്ഷേത്രത്തിൽ നിൽക്കുന്നു പറഞ്ഞിട്ടാ വാശി പിടിക്കണേ. എന്തായാലും അവന്റെ ഇഷ്ടങ്ങൾ എന്താന്ന് നോക്കിയിട്ട് അവന് കാറ് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് വാങ്ങാൻ വേണ്ടി അങ്ങനെ പോവാട്ടോ. പിന്നെ അവനിതാ ഒരു മാലയും കൂടി വാങ്ങിയിട്ട് അങ്ങനെ അവന്റെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമ്മളിതാ നടത്തി കൊടുത്തിട്ടുണ്ട്. ഞങ്ങള് ക്ഷേത്രത്തിലെ എല്ലാ പ്രാർത്ഥനയും അന്നദാനവും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങള് പുറത്ത് കിടക്കുകയാണ് കേട്ടോ. എന്തായാലും വിചാരിക്കാതെ കിട്ടിയ ദർശനം, മനസ്സ് നിറഞ്ഞു. എന്തായാലും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം വേണ്ടോളം കിട്ടി ഞങ്ങൾക്ക് 3 പേർക്കും. നാല് മണിയായിട്ടും അന്നദാനത്തിന്റെ ക്യൂവിന് ഒരു കോട്ടും ഇല്ല കേട്ടോ. ഡബിളായിട്ട് കൂടിയിട്ടുണ്ട്. എന്തായാലും ഞായറാഴ്ച ദിവസങ്ങളിൽ നല്ല തിരക്കെന്ന് കേട്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഈ ഞായറാഴ്ച ദിവസം ഞങ്ങള് ഗുരുവായൂർ ദർശനത്തിന് എത്തുന്നത്. നല്ല തിരക്കാണ് കേട്ടോ. 4 മണിയായിട്ടും ക്യൂവിന് ഒരു കുറവും ഇല്ല. എല്ലാവരും റെസ്റ്റ് എടുക്കുന്നു, കഴിച്ചവരെല്ലാവരും റെസ്റ്റ് എടുക്കുന്നു, അല്ലാത്തൊരു ക്യൂവിൽ നിൽക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങള് കുറച്ച് സമയം അവിടെയും റെസ്റ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭഗവാന്റെ ദർശനം കിട്ടി ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് മടങ്ങുകയാണ്. ഇനി അടുത്തൊരു ഗുരുവായൂർ ദർശനം എന്നാണാവോ. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരിൽ നിന്ന് ഇറങ്ങിയിട്ടോ. വീട്ടിലേക്ക് വരാനുള്ള തിരക്കിലാണ്. അങ്ങനെ മനസ്സ് നിറഞ്ഞ ഗുരുവായൂർ യാത്ര നമ്മുടെ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി അടുത്തൊരു ദിവസം വരാം. അപ്പൊ എല്ലാവർക്കും ബൈ. അപ്പൊ ഞാൻ പോരുന്ന കുറച്ച് കാഴ്ചകളും കൂടി എടുത്തിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഗുരുവായൂർ ദർശനം കിട്ടിയിട്ട് ഞങ്ങൾ മടങ്ങുകയാണ്. ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.